പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ റോയിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെന്റിനെ സംബന്ധിച്ചുമാണ്. ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ അപ്പിയറൻസ് നടത്താൻ സാധ്യത ഉള്ള റോ എപ്പിസോഡാണ് അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് നിലവിലെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ AJ ലീയുടെ പുതിയ നമ്പർ 1 കണ്ടൻഡറെ കണ്ടുപിടിക്കുന്ന ഒരു ഗോട്ട്ലെറ്റ് മാച്ചാണ്. ഇന്നത്തെ റോ എപ്പിസോഡിൽ AJ ലീയുടെ ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷമുള്ള ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റിൽ AJ ലീ വന്നിട്ട് പറയുന്നത് താനൊരു ഫൈറ്റിംഗ് ചാമ്പ്യൻ ആയിരിക്കുമെന്നാണ്. അതായത് റോ എപ്പിസോഡിലൊക്കെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് AJ ലീ പറഞ്ഞത്. അപ്പോൾ അതിന് പ്രകാരമുള്ള ഒരു ഗോട്ട്ലെറ്റ് മത്സരം അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്യുന്നത് വുമൻസ് ഡിവിഷനിൽ നിന്നുള്ള റെസ്ലേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ലൈറ വാൽക്കീരിയ, ബെയ്ലി, ഇയോ സ്കൈ, റഗൽ റോഡ്രിഗസ്, ആസ്ക, ഐവി നൈൽ തുടങ്ങിയ റെസ്ലേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗോട്ട്ലെറ്റ് മത്സരമാണ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗോട്ട്ലെറ്റ് മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇത് കൂടാതെ ഇന്നത്തെ റോ എപ്പിസോഡിൽ റൂസേവ് ഒബാഫെമിയെ വന്ന് ചലഞ്ച് ചെയ്യുന്നതും ഇവർ തമ്മിലുള്ള ഒരു ഗംഭീര ഫൈറ്റും നമുക്ക് കാണാൻ സാധിച്ചു. ഒബാഫെമി സ്റ്റാൻഡിങ് ടോൾ. ഒബാഫെമിക്ക് ആധിപത്യം കിട്ടുന്ന പോലെയാണ് ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചതെങ്കിലും അടുത്ത ആഴ്ച ഒബാഫെമിയും റൂസേവും തമ്മിലുള്ള ഒരു മത്സരം കൂടി അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ മത്സരം ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എൻഡിങ്ങിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻ എങ്ങനെയാണ്? ഏത് റെസ്ലറാണ് വിജയിക്കാൻ സാധ്യത എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ച ഏക ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന ഡൊമിനിക് മിസ്റ്റീരിയോ പെൻഡ എന്ന നമ്പർ 1 കണ്ടൻഡറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഈ മത്സരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ജഡ്ജ്മെന്റിന്റെ ടീം അംഗങ്ങളായ JD മക്ഡൊണാൾഡും ഫിൻ ബാലറിനോടും ഡൊമിനിക് മിസ്റ്റീരിയോയുടെ മത്സരത്തിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിംഗ് സൈഡിൽ വരാൻ ഡൊമിനിക് തന്നെയാണ് ആവശ്യപ്പെട്ടത്. ആദ്യം ഈ ഒരു ക്ഷണം നിരസിച്ച ഫിൻ ബാലർ JD മക്ഡൊണാൾഡുടെ കൂടെ ഒരു ഉറപ്പിൻ്റെ മേൽ വരാമെന്നുള്ളൊരു സമ്മതം മൂളി. ഇവർ വന്നിട്ട് അങ്ങനെ മത്സരത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലൊന്നും തുടക്കത്തിൽ നടത്തുന്നില്ല. എന്നാൽ എൻഡിങ് സമയത്ത് ആ ഹാമർ എടുത്ത് കൊടുക്കാൻ ഡൊമിനിക് മിസ്റ്റീരിയോ JD മക്ഡൊണാൾഡോട് ആവശ്യപ്പെടുന്നു. ഹാമർ എടുത്ത് വരുന്ന JD മക്ഡൊണാൾഡോയെ ഫിൻ ബാലർ തടയുന്നു. ഈ അവസരം പെൻഡ മുതലെടുക്കുന്നു. പെൻഡ ഡൊമിനിക് മിസ്റ്റീരിയോ പിൻഫോളിലൂടെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡൊമിനിക് മിസ്റ്റീരിയോയുടെ കൈവശം ഈ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ശേഷം അദ്ദേഹം ടൈറ്റിൽ ഡിഫൻസുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും നല്ലൊരു സ്റ്റോറി ഡൊമിനിക് മിസ്റ്റീരിയോക്ക് കൃത്യമായിട്ട് അങ്ങനെ ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇടയ്ക്കൊക്കെ വരുന്ന ഇഞ്ചുറിയും അദ്ദേഹത്തിൻ്റെ ചില പരിക്കുകളും അദ്ദേഹത്തെ ചില സമയങ്ങളിൽ റോയിൽ നിന്ന് മാറ്റി നിർത്തി. എന്നാൽ പെൻഡ നല്ല രീതിയിലുള്ള മത്സരങ്ങൾ റോയിൽ നിരന്തരം കളിച്ച് അദ്ദേഹം റോയിൽ തന്നെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു റെസ്ലറായി മാറുന്നതും കാണാൻ സാധിച്ചു. അപ്പോൾ പെൻഡയുടെ കയ്യിലേക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വന്നത് നല്ലൊരു ഡിസിഷനാണെന്ന് പറയേണ്ടി വരും. അതിനേക്കാൾ ഉപരി ഈ മത്സരം കൊണ്ട് ക്രിയേറ്റീവ് ടീം ഉദ്ദേശിച്ചിരിക്കുന്ന സ്റ്റോറി ഫിൻ ബാലറും ജഡ്ജ്മെന്റിന്റെ ടീമും തമ്മിലുള്ള പ്രശ്നങ്ങളിലേക്കാണ്. അതായത് ഫിൻ ബാലറിന്റെ പൂർണ്ണ ഫേസ് ടേൺ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ വിത്തുകളും പാകി കഴിഞ്ഞു. ഇനി അടുത്ത റോ എപ്പിസോഡിൽ ഡൊമിനിക് മിസ്റ്റീരിയോ JD മക്ഡൊണാൾഡ് തുടങ്ങിയവരൊക്കെ ഫിൻ ബാലറിനെതിരെ തിരിയുന്നതായിരിക്കും. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അത് കൃത്യമായി വെൽ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് ഇന്നത്തെ റോയിൽ കാണാൻ സാധിക്കുകയുണ്ടായി. മറ്റൊരു അപ്ഡേറ്റ് റോ എപ്പിസോഡിൻ്റെ മിഡ് കാർഡ് ഡിവിഷനെ സംബന്ധിച്ചാണ്. ഓൾറെഡി ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചും റൂസേവ് ഒബാഫെമി തമ്മിൽ നടന്ന ഒരു ഫൈറ്റിനെ സംബന്ധിച്ചും നമ്മൾ പങ്കുവെച്ചു കഴിഞ്ഞു. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. എൽ ഗ്രാൻഡ് അമേരിക്കാനോസ് തമ്മിലുള്ള സ്റ്റോറി ഗംഭീര ഒരു മത്സരത്തോടു കൂടി അവർ ഇന്നത്തെ റോയിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മത്സരങ്ങളുടെ ഒരു ക്വാളിറ്റി കാരണം ഈ ഒരു സ്റ്റോറി ഒരിക്കലും എന്നെ മടുപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇത് മാത്രമല്ല, ഗുന്തർ എന്ന് പറയുന്ന റെസ്ലറിനെ റെലവൻ്റ് ആക്കി നിർത്താനും അവർക്ക് ഇന്നത്തെ റോയിൽ സാധിച്ചിട്ടുണ്ട്. ഗുന്തറിൻ്റെ ഒരു വൺ സൈഡ് ഡൊമിനൻസ് ഡ്രാഗൺ ലീക്കെതിരെ നടന്നില്ല. ഡ്രാഗൺ ലീ ആണെങ്കിൽ കഴിവിൻ്റെ പരമാവധി ഗുന്തറിനെതിരെ പോരാടുകയും ചെയ്തു. അവിടെയും ഗുന്തർ എന്ന് പറയുന്ന ആ റെസ്ലർ വിജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും എന്നുള്ളത് കാണിച്ചു തരുന്ന രീതിയിലേക്കും അവർ ആ ഗുന്തറിൻ്റെ കഥാപാത്രത്തെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ മിഡ് കാർഡ് ഡിവിഷനിൽ അവർ കൃത്യമായി റെസ്ലേഴ്സിനെ ഇന്നത്തെ റോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വുമൻസ് ഡിവിഷന് മത്സരങ്ങൾ കൊടുക്കാത്തത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്ന് എൻ്റെ ഒരു അഭിപ്രായമുണ്ട്. അത് വുമൻസ് ഡിവിഷനെ ഒരിക്കലും തരം താഴ്ത്തി കാണിക്കുകയല്ല. വുമൻസ് ഡിവിഷന് മത്സരം കൊടുക്കാതിരുന്നപ്പോൾ റോയിൽ മെൻസ് ഡിവിഷനിൽ കഴിവുള്ള റെസ്ലേഴ്സിന് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയപ്പോൾ അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി
പരമാവധി ഇന്നത്തെ റോ എപ്പിസോഡിൽ പുറത്തേക്ക് എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി തുടർന്നുള്ള റോ എപ്പിസോഡുകളിലും കൃത്യമായി ഈ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്ത് പോകാൻ സാധിച്ചാൽ നല്ല നല്ല കിടിലൻ റോ എപ്പിസോഡുകൾ റോ ടു റസൽമേനിയയുടെ ഭാഗമായി നമുക്ക് കിട്ടിയേക്കുമെന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ മിഡ് കാർഡ് ഡിവിഷൻ ഇന്നത്തെ റോ എപ്പിസോഡിൽ കത്തി കയറി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോ എപ്പിസോഡ് ഒന്നടങ്കം വേറെ ലെവൽ എന്നുള്ളൊരു അഭിപ്രായമാണ് ആരാധകർക്കിടയിൽ വന്നിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ദ ഊസോസിൻ്റെ നെക്സ്റ്റ് ടൈറ്റിൽ ഡിഫൻസ് ദ വിഷൻ എന്ന് പറയുന്ന ടീമിനെ എതിരെ ആയിരിക്കുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ദ വിഷൻ ടീമിലെ ലോഗൻ പോൾ, ഓസ്റ്റിൻ തിയറി തുടങ്ങിയവർക്കെതിരെയായിരിക്കും ജിമ്മിയും ജെയും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. ജെ ഊസോയെ ആക്രമിച്ചത് ദ വിഷൻ ടീം ആണ് എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. ജിമ്മി യൂസോ വന്നിട്ട് ഓസ്റ്റിൻ തിയറിയെ തുടക്കത്തിൽ ആക്രമിക്കുന്ന ഒരു സെഗ്മെൻറ്റൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ജിമ്മി യൂസോയും ഓസ്റ്റിൻ തിയറിയും തമ്മിൽ നടന്ന മത്സരം ലോഗൻ പോളിൻ്റെ ഇടപെടൽ മൂലം ഡിസ്ക്വാളിഫിക്കേഷൻ ആകുന്നതും പിന്നീട് ക്രച്ചസ് ഉപയോഗിച്ച് ജെ ഊസോയുടെ ഒരു കംബാക്ക് ഫൈറ്റും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ റസൽമേനിയയിലേക്കാണോ ഈ ഒരു സ്റ്റോറി അവർ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നത് എന്ന് അറിയില്ല. എന്തായാലും മിഡ് കാർഡ് ഡിവിഷനെ കത്തിച്ച് നിർത്താൻ, പ്രത്യേകിച്ച് ടാഗ് ടീം ഡിവിഷനെ കത്തിച്ച് നിർത്താൻ ദ വിഷൻ വേഴ്സസ് ദ ഊസോസ് തമ്മിലുള്ള സ്റ്റോറി വലിയ ഹെൽപ്പായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അഞ്ചാമത്തേത് റിയ റിപ്ലി, ഇയോ സ്കൈ തുടങ്ങിയവരുടെ ടീമിനെ സംബന്ധിച്ചാണ്. ഈ ടീം ഓൾമോസ്റ്റ് സ്പ്ലിറ്റായി എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. റിയ റിപ്ലി ഇയോ സ്കൈയോട് റോയിൽ നിൽക്കാനും താൻ സ്മാക്ഡൗണിലേക്ക് പോയി ജേഡ് കാർഗലിനുള്ള ഒരു വലിയ മറുപടി കൊടുക്കാൻ പോകുകയാണ് എന്നുള്ളതും റിയ റിപ്ലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയോ സ്കൈ അടുത്ത റോ എപ്പിസോഡിൽ നടക്കുന്ന വുമൻസ് ഇന്റർ കോർഡിനൽ ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡേഴ്സ് ക്വാർട്ടർ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ഇയോ സ്കൈ, റിയ റിപ്ലി ഇവരുടെ റിയോ എന്ന് പറയുന്ന ടീം ഓൾമോസ്റ്റ് ഫിനിഷായി എന്നുള്ളത് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കൺഫേം ചെയ്ത് പറയാൻ സാധിക്കുന്നുണ്ട്. ഈ ടീമിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ചെറിയൊരു അപ്ഡേറ്റ് ഡ്വാൻ ഹാൻസൺ എന്ന നിലവിൽ WWE ഡെബ്യൂ ചെയ്തിട്ടുള്ള റെസ്ലറിനെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റിന് ഇന്നത്തെ റോ എപ്പിസോഡിലെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിന് 1 മില്യണിൽ അധികം വ്യൂസ് ട്വിറ്റർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡ്വാൻ ഹാൻസൻ്റെ സെഗ്മെൻറ്റ് ആരാധകർക്കിടയിൽ കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ട്. ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് അത് നിങ്ങളിൽ വർക്കൗട്ട് ആയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏഴാമത്തെ അപ്ഡേറ്റ് സെത്രോളിൻസിൻ്റെ റസൽമേനിയ 42 എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. പല പേരുകളും ഇന്നത്തെ സെത്രോളിൻസിൻ്റെ സെഗ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതിൽ 2 പേരുകളിൽ ഒന്ന് ബ്രോക്ക് ലെസ്നറിൻ്റെ പേരാണ്. കാരണം പോൾ ഹേമനെ കെർബ് സ്റ്റോംപ് ചെയ്ത് ബ്രൂട്ടലായി സെത്രോളിൻസ് ആക്രമിച്ചതും ഈ ബ്രോക്ക് ലെസ്നറിൻ്റെ ഓപ്പൺ ചലഞ്ച് കഴിഞ്ഞ റോ എപ്പിസോഡിൽ പോൾ ഹേമനും വെച്ചിട്ടുള്ളതും അവർ അത് കണക്ട് ചെയ്യിപ്പിച്ച് റസൽമേനിയ 42 സെത്രോളിൻസ് വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മത്സരമാക്കി നടത്തുമെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. പോൾ ഹേമിന് വേണ്ടി പ്രതികാരം ചെയ്യാൻ പഴയ അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റായ ബ്രോക്ക് ലെസ്നർ സെത്തിനെതിരെ മത്സരിക്കാൻ ഇറങ്ങുമെന്നുള്ളൊരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായ പ്രകാരം ബ്രോക്ക് ലെസ്നറിന് മറ്റൊരു എതിരാളിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റാരുമല്ല LA നൈറ്റാണ്. ഇന്നിപ്പോൾ പോൾ ഹേമനെ ഇട്ട ആംബുലൻസിൻ്റെ ഡ്രൈവറായിട്ട് വന്ന LA നൈറ്റ് ഈ ഒരു കാരണം പോൾ ഹേമന് മുന്നോട്ടേക്ക് വെക്കുകയും പിന്നീട് ബ്രോക്കിന് LA നൈറ്റിനെതിരെയുള്ള ഒരു മത്സരത്തിലേക്ക് പോകാനും സാധിക്കും. അവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. റോയൽ റംബിളിൽ കോഡി റോഡ്സിൻ്റെ കൂടെ LA നൈറ്റും കൂടി ചേർന്നിട്ടാണ് ബ്രോക്ക് ലെസ്നറിനെ എലിമിനേറ്റ് ചെയ്തത്. അപ്പോൾ റസൽമേനിയ 42 LA നൈറ്റ് ബ്രോക്കിൻ്റെ എതിരാളിയായിട്ട് വരാനുള്ള വിത്ത് പാകി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് സെത്രോളിൻസിൻ്റെ റസൽമേനിയ 42 എതിരാളി ആരായിരിക്കുമെന്നാണ്. ഓസ്റ്റിൻ തിയറിയും ലോഗൻ പോളും ഊസോസിൻ്റെ കൈവശമുള്ള ടാഗ് ടീം ടൈറ്റിലിന് പോകുമ്പോൾ പിന്നീട് ഇനി തിരികെ വരാൻ സാധ്യതയുള്ള ബ്രോൺ ബ്രേക്കർ തന്നെയായിരിക്കും സെത്തിൻ്റെ എതിരാളി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം സെത്തിൻ്റെ എതിരാളിയെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ആ അമേസിംഗ് സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. OTC റോമൻ റീൻസും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന CM പങ്കും തമ്മിലുള്ള സെഗ്മെൻറ്റ് ആ എൻഡിങ് ഭാഗത്ത് മറ്റൊരു തലത്തിലേക്ക് ആ ഒരു സെഗ്മെൻറ്റിനെ ഒന്നടങ്കം കൊണ്ടുപോയി. ഇതുവരെ ഒരു ഈഗോ ക്ലാഷാണ് ഇവർക്കിടയിൽ അവർ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളോടുകൂടി, അതായത് പേഴ്സണൽ അറ്റാക്കിലേക്ക് കടക്കുന്നതായിട്ട് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ എൻഡിങ് ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് റോമൻ റീൻസ് അച്ഛൻ്റെ കൂടെ നിന്നെയും കുഴിച്ചു മൂടുമെന്ന് CM പങ്ക് റോമൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇനി ഞാൻ പങ്കിനോട് കുറച്ചും കൂടി ക്ഷമയോട് കൂടി നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ഭാവം റോമൻ റീൻസിൻ്റെ മുഖത്ത് കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ CM പങ്ക് പോയിക്കൊണ്ടിരുന്ന റോമൻ റീൻസിൻ്റെ കൈ പിടിച്ചു നിർത്തിക്കൊണ്ട് റോമൻ റീൻസിനോട്
ഈ പറഞ്ഞ വാചകം അത് റോമൻ റെയിൻസ് ഇനി തുറന്ന ഒരു ഫൈറ്റിലേക്കാണ് പങ്കിനെതിരെ പോകാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഇനി ഇവരുടെ ഫേസ് ടു ഫേസ് പ്രൊമോസ് ഇതുപോലെ ഒരു എൻഡിങ് ഒരിക്കലും സമ്മാനിക്കില്ല. അത് ഗംഭീരമായിട്ടുള്ള ഫൈറ്റ്സ് ആയിരിക്കും നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. അതായത് ഒരു ബ്രൗൾ, ഒരു കൂട്ടത്തല്ല് തന്നെ ഇവർക്കിടയിൽ നടക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിൽ, അടുത്ത ചൊവ്വാഴ്ചത്തെ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസിനെ അഡ്വർടൈസ് ചെയ്തിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള റോ എപ്പിസോഡിൽ 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ റോ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.